ഉല്ലാസ്, വളരെ കുറച്ചാണ് സമയമുള്ളത്. താങ്കൾക്ക് ഒരു 30 സെക്കൻഡ് കൊണ്ട് ആ ചോദ്യം മുന്നോട്ട് വെക്കാം. പെട്ടെന്ന്, വളരെ വേഗം. ശ്രീ അല്ല ഞാൻ 30 സെക്കൻഡ് എടുക്കുള്ളൂ. മദ്യനയത്തിൽ കള്ളത്തരം കാണിച്ച പിണറായി വിജയനെതിരെ നടപടിയെടുക്കാൻ നട്ടലുണ്ടോ എന്ന് ചോദിച്ച നിയാസിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇതേ നയത്തിൽ കള്ളത്തരം കാണിച്ച കെജ്രിവാളിനെതിരെ കേസ് കൊടുത്ത കോൺഗ്രസിന്റെ നടപടി ഇന്ന് മാറ്റിവെച്ച് അദ്ദേഹത്തിന്റെ തോളത്ത് കയറിയിരുന്ന് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോ നട്ടലുണ്ടോ കോൺഗ്രസ് പാർട്ടിക്ക് കെജ്രിവാൾ ജയിലിലേക്ക് പോകണമെന്ന് ആദ്യം നിങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ ഇന്നും ഉറച്ചു നിൽക്കാൻ? ആ നട്ടൽ അവിടെ കാണിച്ചിട്ട് ഈ നട്ടൽ ഇവിടെ കാണിക്കാനുള്ള മാന്യതയെങ്കിലും കോൺഗ്രസിന്റെ വക്താവ് കാണിക്കണം കേട്ടോ. കെജ്രിവാളിനോട് നിങ്ങളെടുത്ത ഇതേ നയം എന്തായിരുന്നു? ഇപ്പൊ ഇവിടെ പിണറായി വിജയനോട് വന്ന സമയത്ത് കാണിച്ച ഈ സമീപനം ഒന്ന് അവിടെ പോയി എടുക്കുന്നേ, അതാണല്ലോ അതിന് ശരി. താങ്കൾക്ക് മറുപടി പറയുണ്ടെങ്കിൽ വളരെ വേഗം. നോക്കൂ ഉല്ലാസ് ബാബു, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഉല്ലാസ് ബാബു, നിങ്ങൾ കേരളത്തിലെ കാര്യം ഒന്ന് പറഞ്ഞു, കേന്ദ്രത്തിലെ കാര്യത്തിലേക്ക് ഞങ്ങൾ ഇതിന് മറുപടി പറയാം. ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ പോലും നിങ്ങൾക്ക് കേജ്രിവാളിനെതിരായോ ആ കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരായോ ഒരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ വകുപ്പിൽ നിങ്ങൾ ആ ആക്ടിൽ നിങ്ങൾ വെള്ളം ചേർത്ത് ജാമ്യം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അത് ഉണ്ടാക്കി. അതിന്റെ പേരിലാണ് അപ്പൊ നിങ്ങളുടെ PCC അധ്യക്ഷൻ ജനങ്ങളോട് എന്തിനാ ഉല്ലാസ് ബാബു 4-ാം തീയതി വരെ കാത്തിരിക്കും? 4-ാം തീയതി വരെ കാത്തിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ അസഹിഷ്ണുത എനിക്ക് മനസ്സിലാവും ഉല്ലാസ് ബാബു, എനിക്ക് നിങ്ങളുടെ അസഹിഷ്ണുത മനസ്സിലാവും. 4-ാം തീയതി കൂടി